നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സിഫർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ബ്ലോക്ക് സിഫർ എന്താണ്, സ്ട്രീം സിഫർ എന്താണ്, ഡിഫറൻസ്, ബ്ലോക്ക് സിഫർ എന്തൊക്കെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ബ്ലോക്ക് സിഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻക്രിപ്ഷൻ ഓർ ഡിക്രിപ്ഷൻ സ്കീം ഇൻ വിച്ച് എ ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഹോൾ ആൻഡ് യൂസ് ടു പ്രൊഡ്യൂസ് എ സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പോൾ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ കുറച്ച് എലമെന്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ ബി ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ബ്ലോക്ക് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിനെ കംപ്ലീറ്റ്ലി എടുത്ത് നമ്മൾ കീ ഉപയോഗിച്ച് എൻക്രിപ്ഷൻ അൽഗോരിതം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഈ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്, അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് തന്നെയുള്ള ഒരു സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് അത് ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ബ്ലോക്ക് സിഫർ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ കുറച്ച് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻക്രിപ്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഈ സാധാരണ ഉപയോഗിക്കുന്ന ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 64 അല്ലെങ്കിൽ 128 ബിറ്റ്സ് ആയിരിക്കും. ഇനി സെക്കൻഡ് സ്ട്രീം സിഫർ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡേറ്റ സ്ട്രീമിനെ ഒന്നുകിൽ ഒരു ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് അറ്റ് എ ടൈമാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ വർണ്ണം സിഫറിൻ്റെ കേസിൽ. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു സിംഗിൾ ബിറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് കീ സ്ട്രീമിൽ നിന്ന് ഒരു ബിറ്റ് എടുക്കുക, എക്സോർ ചെയ്യുക, റിസൾട്ട് കിട്ടും. അതുപോലെ ഡിക്രിപ്ഷൻ്റെ കേസിലാണെങ്കിൽ അതുപോലെ തന്നെ സിഫർ ടെക്സ്റ്റിൽ നിന്ന് ഒരു ബിറ്റ് എടുക്കുക, കീയിൽ നിന്ന് ഒരു ബിറ്റ് എടുക്കുക, എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ സ്ട്രീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ആണ്. ദിസ് ഇസ് എ ബിറ്റ് സ്ട്രീം ജനറേഷൻ അൽഗോരിതം. ഇപ്പോൾ ക്ലാസിക്കൽ സ്ട്രീം സിഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ കീഡ്, വിഗ്നർ സിഫർ, അതുപോലെ തന്നെ വർണ്ണം സിഫർ, ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്ട്രീം സിഫറിലാണെങ്കിൽ സിംഗിൾ ബിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ബൈറ്റ് ആണ് ഒരു ടൈം പ്രോസസ്സ് ചെയ്യുക. ബ്ലോക്ക് സിഫർ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ ഒരു ബ്ലോക്ക് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് നമ്മൾ ഫോം ചെയ്യുക. If the cryptographic key stream is random, then the cipher is unbreakable by any means other than acquiring the key stream. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കീ സ്ട്രീം അല്ലെങ്കിൽ ആ ക്രിപ്റ്റോഗ്രാഫിക് സ്ട്രീം എന്ന് പറയുന്നത് റാൻഡം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം അൺബ്രേക്കബിൾ ആണ്. അപ്പോൾ കീ സ്ട്രീം നമുക്ക് രണ്ട് യൂസേഴ്സിനും അല്ലെങ്കിൽ ഈ എൻഡിലും ആ എൻഡിലുള്ള രണ്ട് പേർക്കും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ രണ്ട് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്യൂർ ചാനൽ വഴിയായിരിക്കണം. ഇനി യൂഷ്വലി ഈ ബിറ്റ് സ്ട്രീം ജനറേറ്ററിനെ അൽഗോരിതംസ് അല്ല പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിടത്ത് ഒരേ പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരേ ഇൻപുട്ട് വാല്യൂസ് ഉപയോഗിച്ച് അവിടെ കീ സ്ട്രീം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഷെയറിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഒഴിവാക്കാം. സോ ബിറ്റ് സ്ട്രീം ജനറേറ്റർ മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ അൽഗോരിതമിക് പ്രൊസീജിയർ സോ ദാറ്റ് ദ ക്രിപ്റ്റോഗ്രാഫിക് ബിറ്റ് സ്ട്രീം ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ബോത്ത് യൂസേഴ്സ്. അപ്പോൾ രണ്ട് പേർക്കും അതേ പ്രൊസീജിയർ അൽഗോരിതം ഉപയോഗിച്ച് അവരുടെ എൻഡിൽ ആ കീ സ്ട്രീം ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബിറ്റ് സ്ട്രീം ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ്സ് എ കീ കൺട്രോൾ അൽഗോരിതം. അപ്പോൾ അത് ഫോം ചെയ്യുന്ന ബിറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ക്രിപ്റ്റോഗ്രാഫിക്കലി സ്ട്രോങ്. അപ്പോൾ രണ്ടുപേരും ഈ ജനറേറ്റ് ചെയ്യുന്ന കീ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലെ കീ സ്ട്രീം ജനറേറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഫീസ്റ്റൽ സിഫർ സ്ട്രക്ചർ. അപ്പോൾ ഈ ഫീസ്റ്റൽ സിഫറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, അല്ല ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ അൽഗോരിതം വർക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫീസ്റ്റൽ സിഫർ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ ബാക്കി നമുക്ക് മുമ്പോട്ടേക്കുള്ള അൽഗോരിതം പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിൽ പ്രപ്പോസ് ചെയ്ത സിഫർ സ്ട്രക്ചറിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഓപ്പറേഷൻസ് സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും ആണ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ദെൻ പെർമ്യൂട്ടേഷൻ ആ ഒരു രീതിയിൽ പല രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആണ് ആ സിഫറിൻ്റെ പ്രോസസ്സിങ് നടക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻറ്റിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക, ഒന്നുകിൽ വേറൊരു എലമെന്റ് അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ എലമെന്റ്സിനെ തന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. സീക്വൻസ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്സ് ഇസ് റീപ്ലേസ്ഡ് ബൈ പെർമ്യൂട്ടേഷൻ ഓഫ് ദാറ്റ് സീക്വൻസ്. നമ്മളവിടെ എലമെന്റ്സിനെ ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ റീപ്ലേസ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ആ ഓർഡർ മാത്രം ചേഞ്ച് ചെയ്യുക. ദ ഓർഡർ ഇൻ വിച്ച് ദ എലമെന്റ്സ് അപ്പിയർ ഇൻ ദ സീക്വൻസ് ഇസ് ചേഞ്ച്ഡ്. നെക്സ്റ്റ് ഷാനൻ പ്രപ്പോസ് ചെയ്ത രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ക്രിപ്റ്റ് അനാലിസിസിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ഒന്ന് ഡിഫ്യൂഷൻ ആൻഡ് സെക്കൻഡ് ഈസ് കൺഫ്യൂഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ടോപ്പിക്സും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചറിനെ നമ്മളുടെ സിഫർ ടെക്സ്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ഡിസിപ്പിയേറ്റഡ് ഇൻ ടു ദ ലോങ് റേഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ദി സിഫർ ടെക്സ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ഡിജിറ്റും നമ്മളുടെ സിഫർ ടെക്സ്റ്റിലെ പല ഡിജിറ്റുകളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി നമ്മൾ മാറ്റണം. എന്നുവെച്ചാൽ പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ തന്നെ സിഫർ ടെക്സ്റ്റിൽ അത് പല ഡിജിറ്റുകൾക്ക് ചേഞ്ച് വരുത്തണം.
അപ്പോൾ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈനറി ബ്ലോക്ക് സിഫറിൽ നമ്മൾ ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഈ പെർമ്യൂട്ടേഷൻ്റെ റിസൾട്ട്സിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ്റെ റിസൾട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴിയാണ് ഈ ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്നത്. That is, bits from different positions in the original plain text contribute to a single bit of the ciphertext. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിലെ പല ബിറ്റുകൾ കമ്പൈൻഡ് ആയിട്ടായിരിക്കും നമ്മളെ സിഫർ ടെക്സ്റ്റിലെ ഒരു ബിറ്റിന് തന്നെ ചേഞ്ച് വരുത്തുക. അപ്പോൾ ഈ ഡിഫ്യൂഷൻ്റെ പ്രോപ്പർട്ടി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും തമ്മിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻ പരമാവധി കോംപ്ലക്സ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് കീ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സിഫർ ടെക്സ്റ്റും നമ്മുടെ എൻക്രിപ്ഷൻ കീയും തമ്മിലുള്ള റിലേഷൻ പരമാവധി കോംപ്ലക്സ് ആക്കി വെക്കുക. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കീ ഡിസ്കവർ ചെയ്യാൻ പറ്റാണ്ടിരിക്കും. അപ്പോൾ ഡിഫ്യൂഷൻ ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻ കോംപ്ലക്സ് ആക്കാൻ ശ്രമിക്കുന്നു. കൺഫ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അപ്രോച്ച് ആണെങ്കിൽ നമ്മളുടെ സിഫർ ടെക്സ്റ്റും കീയും തമ്മിലുള്ള റിലേഷൻ പരമാവധി കോംപ്ലക്സ് ആക്കാനാണ് ശ്രമിക്കുന്നത്. So even if the attacker can get some handle on the statistics of the ciphertext, the way in which the key was used to produce that ciphertext is so complex as to make it difficult to reduce the key. ഇനി അറ്റാക്കറിന്റെ കയ്യിൽ സിഫർ ടെക്സ്റ്റിലെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസോ എന്തെങ്കിലും കൗണ്ട്സോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോലും ഈ കീ നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയാണോ സിഫർ ടെക്സ്റ്റ് ഫോം ചെയ്യുന്നത് അത് പരമാവധി കോംപ്ലക്സ് ആക്കി മാറ്റുകയാണെങ്കിൽ അയാൾക്ക് അത് ആ ഒരു മെത്തേഡിൽ നിന്ന് കീ റിക്കവർ ചെയ്തെടുക്കാന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ അൽഗോരിതംസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറച്ച് കൺഫ്യൂഷൻ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് മെത്തേഡ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ കൂടും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആൾക്ക് കീ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കീ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ കാണുന്നതാണ് ഫീസ്റ്റൽ സിഫർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എൻക്രിപ്ഷൻ്റെ പ്രോസസ്സും റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഡീക്രിപ്ഷൻ്റെ പ്രോസസ്സും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്ര ടു റൗണ്ട് 16 വരെ റൗണ്ട്സ് നമുക്ക് കാണാം. അപ്പോൾ സാധാരണ എല്ലാ ഫീസ്റ്റൽ സിഫറിലും 16 റൗണ്ട്സ് ഉണ്ടായിരിക്കും. ഈ കാണുന്ന നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ LE0 RE0 എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ 64 ബിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് 32 ഇത്, സെക്കൻഡ് 32 ഇത്, ആ ഒരു ഫോമിൽ. എന്നിട്ട് ഈ കാണുന്നതാണ് സിംഗിൾ റൗണ്ട് ഓഫ് പ്രോസസ്സിങ്. ഒരു റൗണ്ട് പ്രോസസ്സിങ് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് LE1 RE1 നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത റൗണ്ട് കഴിയുമ്പം LE2 RE2 അങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പോകുന്നു. ഇനി 16th റൗണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് LE16 RE16 എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് വാല്യൂസിനെ ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു. സോ LE17 RE17 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ സിഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ്റെ പ്രോസസ്സ്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ഡീക്രിപ്ഷൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ സിഫർ ടെക്സ്റ്റിൽ നിന്നായിരിക്കണം. അതായത് ഇവിടെ നമ്മൾ കിട്ടിയ എന്താണോ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് LE17 RE17 ആണ് നമ്മളുടെ ഔട്ട്പുട്ട്. പക്ഷേ ഇറ്റ്സ് ഈക്വൽ ടു ദ ആക്ച്വൽ വാല്യൂ. ഈ LE17 എന്ന് പറഞ്ഞാൽ RE16 ഈക്വലൻ്റ് ആണ്. അതുപോലെ LE16 എന്ന് പറഞ്ഞാൽ RE17 ഈക്വലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സിഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? RE16 LE16 ആയിരിക്കും നമ്മളുടെ സിഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പോർഷനിൽ RE16 വരും, ഈ പോർഷനിൽ LE16 വരും. അതുകൊണ്ടാണ് ഇവിടെ RE16 LE16 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി LD0 RD0 എന്ന് നമ്മളുടെ ഡിക്രിപ്ഷനിലെ എലിമെന്റ്സ് ആണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്ര അപ്പ് ടു റൗണ്ട് 16 വരെ. അപ്പോൾ ഈ ഒരു സെയിം ഇവിടെ ഓരോ റൗണ്ടിൽ ചെയ്ത അതേ പ്രോസസ്സിങ്ങിനെയാണ് ഇവിടെയും ഓരോ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദ ഇൻപുട്സ് ദ എൻക്രിപ്ഷൻ അൽഗോരിതം ആർ എ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് ആൻഡ് എ കീ. അപ്പോൾ ഇത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക്, പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനെ നമ്മൾ 2 ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, L0 ആൻഡ് R0. ഇത് എൻക്രിപ്ഷൻ സൈഡ് ആയതുകൊണ്ട് LE0 എന്നും RE0 എന്നും പറയുന്നു. ഡീക്രിപ്ഷൻ സൈഡ് ആകുമ്പോൾ അതിനെ LD0 എന്നും RD0 എന്നും പറയുന്നു. ഇനി ഈ 2 ഹാഫും 2 ഡേറ്റയുടെ ഹാഫും എല്ലാ റൗണ്ട്സ് റൗണ്ട്സ് എത്ര റൗണ്ട്സ് ആണോ അത്രയും റൗണ്ട്സ് പ്രോസസ്സിങ് കടന്നു പോകുന്നു. ആൻഡ് ദെൻ കമ്പൈൻ ടു പ്രൊഡ്യൂസ് ദ സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്. നമ്മൾ 16 റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്വാപ്പിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റ് നമുക്ക് കിട്ടിയത്. ഇനി ഈച്ച് റൗണ്ട് I ഹാസ് ആസ് ഇൻപുട്സ് Li-1 ആൻഡ് Ri-1. ഇപ്പോൾ ഇത് റൗണ്ട് 1 ആവുന്നത് കൊണ്ട് അതിൻ്റെ ഇൻപുട്ടിനെ LE0 RE0 എന്നാണ് റിപ്രസെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് റൗണ്ട് ഐയിലെ ഇൻപുട്സിനെ Li-1 Ri-1 എന്നാണ് റിപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് ഇവിടെയുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ KI. അപ്പോൾ റൗണ്ട് 1 K1 യൂസ് ചെയ്യും, റൗണ്ട് 2 K2 യൂസ് ചെയ്യും, അങ്ങനെ K16 വരെ യൂസ് ചെയ്യും. ഈ K എന്ന് പറഞ്ഞാൽ ഈ K1 K2 എക്സെട്ര ടു K16 എന്ന് പറഞ്ഞാൽ സബ് കീസ് എന്നാണ് നമ്മൾ പറയുക. നമ്മളുടെ ഒറിജിനൽ കീ ആണ് K എന്ന് പറയുന്നത്. ആ Kയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സബ് കീസ് ആണ് KI ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഓരോ റൗണ്ടിൽ 2 ഇൻപുട്സ് ആണുള്ളത്. ഈ പ്ലെയിൻ ടെക്സ്റ്റ് ഇൻപുട്ടും അത് കൂടാണ്ട് ഈ സബ് കീ എന്ന് പറഞ്ഞ കമ്പോണന്റ്.
സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് റൗണ്ടിന്റെ ഔട്ട്പുട്ടും സെക്കൻഡ് സബ് കീ. അപ്പോൾ സബ് കീസ് 16 റൗണ്ട് ഉള്ളതുകൊണ്ട് 16 എണ്ണം ഉണ്ടായിരിക്കും. സോ സബ് കീസ് കെ ആർ ഡിഫറെൻറ്റ് ഫ്രം കെ ആൻഡ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഒറിജിനൽ കീ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ കെ. അതിൽ നിന്ന് 16 സബ് കീസ് ഫോം ചെയ്യുന്നു. അത് ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. K1, K2 അപ് ടു K16 എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 16 റൗണ്ട്സുമാണ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാ റൗണ്ട്സിനും സെയിം സ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാഫ് എടുത്തു, അതിന് ബേസിക്കലി ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ എഫ് ഫംഗ്ഷൻ. സോ ദിസ് ഇസ് ഡൺ ബൈ അപ്ലൈയിങ് എ റൗണ്ട് ഫംഗ്ഷൻ എഫ് ടു ദ റൈറ്റ് ഹാഫ് ഓഫ് ദ ഡേറ്റ. അപ്പോൾ ആദ്യം ഈ ലെഫ്റ്റ് ഹാഫ് ഇവിടെ ഉണ്ട്, റൈറ്റ് ഹാഫ് ഇവിടെ ഉണ്ട്. ഈ റൈറ്റ് എടുത്തോ നമ്മൾ എഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. എഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയും ലെഫ്റ്റ് ഹാഫിനെയും നമ്മൾ എക്സോർ ചെയ്തു. എക്സോർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ടിലെ റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഡൺ ബൈ അപ്ലൈയിങ് എ റൗണ്ട് ഫംഗ്ഷൻ എഫ് ടു ദ റൈറ്റ് ഹാഫ് ഓഫ് ദ ഡേറ്റ. ഇതാണ് റൈറ്റ് ഹാഫ്. അതിൽ നമ്മൾ എഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. എഫ് ഫംഗ്ഷൻ എന്താണ് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ദെൻ ടേക്കിംഗ് എക്സോർ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ ഔട്ട്പുട്ടും ആൻഡ് ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ ഡേറ്റ. ഈ LE0യും ഈ ഫംഗ്ഷന്റെ ഔട്ട്പുട്ടും കൂടെ എടുത്തു എക്സോർ ചെയ്തു. ഇപ്പൊ അതാണ് നമ്മളുടെ RE1 എന്ന് പറഞ്ഞ വാല്യൂ. അതായത് ആ റൗണ്ടിന്റെ ഔട്ട്പുട്ടിലുള്ള ലാസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് 32 ബിറ്റ്സ് ആണെന്ന് ഈ RE1 ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ദ റൈറ്റ് ഹാഫ് ബ്ലോക്ക് ഓഫ് W ബിറ്റ്സ് ആൻഡ് എ സബ് കീ ഓഫ് Y ബിറ്റ്സ്. അപ്പോൾ ഈ റൈറ്റ് ഹാഫിന്റെയും ഈ സബ് കീയുടെയും ഒരു പ്രോസസ്സിംഗ് നടത്തുന്ന ഫംഗ്ഷനാണ് ഈ എഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് എടുത്ത് എക്സോർ ചെയ്യുന്നു. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് ലെങ്ത് W. ഇനി ആ എഫ് ഫംഗ്ഷനാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത്. എഫിലേക്കുള്ള 2 ഇൻപുട്ട്സ്, ഒന്ന് RE എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഹാഫ് പോർഷൻ, അതായത് RE0. ഇനി അതുപോലെ KI+1 എന്ന് പറഞ്ഞാൽ ഏത് റൗണ്ട് ആണോ ആ റൗണ്ടിലെ സബ് കീ. RE0 K1 എന്നുള്ളത് കൊണ്ടാണ് REI KI+1 എന്ന് റെപ്രസെന്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പെർമ്യൂട്ടേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്റർചേഞ്ച് ഓഫ് ദ 2 ഹാഫ്സ് ഓഫ് ദ ഡേറ്റ. ഇനി ഫീസ്റ്റൽ സിഫറിന്റെ മെയിൻ ആയിട്ട് ഒരു 5 ഡിസൈൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസൈൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്ര ബിറ്റിന്റെ ബ്ലോക്കാണ് നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എത്ര ബിറ്റാണ് എന്നുള്ളതാണ് ഈ ബ്ലോക്ക് സൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ദ ലാർജർ ബ്ലോക്ക് സൈസ് മീൻസ് ഗ്രേറ്റർ സെക്യൂരിറ്റി. അപ്പോൾ ബ്ലോക്ക് സൈസ് കൂടുകയാണെങ്കിൽ അത് സെക്യൂരിറ്റി കൂട്ടും. പക്ഷേ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ പ്രോസസ്സിങ്ങിന്റെ സ്പീഡ് അത് കുറയ്ക്കും ബ്ലോക്ക് സൈസ് കൂടുമ്പോൾ. അപ്പോൾ സെക്യൂരിറ്റി നമുക്ക് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ഡിഫ്യൂഷൻ എന്നാണ് അതിന്റെ മീനിങ്. സോ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 64 ബിറ്റ് അല്ലെങ്കിൽ ചില അൽഗോരിതത്തിൽ 128 ബിറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി സെക്കൻഡ് ഡിസൈൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കീ സൈസ്. ഇപ്പൊ നേരത്തെ ബ്ലോക്ക് സൈസിൽ പറഞ്ഞ പോലെ തന്നെ കീയുടെ സൈസ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ പ്രോസസ്സിന്റെ സ്പീഡ് കുറയും. സോ ഗ്രേറ്റർ സെക്യൂരിറ്റി ഇസ് അച്ചീവ്ഡ് ബൈ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആൻഡ് ഗ്രേറ്റർ കൺഫ്യൂഷൻ. ഇനി കീ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 64 ബിറ്റ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ 128 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഇനി തേർഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൗണ്ട്സ്. അപ്പോൾ ഒരു സിംഗിൾ റൗണ്ട് നമുക്ക് അധികം സെക്യൂരിറ്റി ഓഫർ ചെയ്യില്ല എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മാറും സിംഗിൾ റൗണ്ട് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ റൗണ്ട്സ് ആണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിങ് സെക്യൂരിറ്റി. ഇനി ടിപ്പിക്കൽ സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ അൽഗോരിതത്തിനും ഓരോ രീതിയിലായിരിക്കും റൗണ്ട്സ് ഡിഫൈൻഡ് ആകും. ഒരു അൽഗോരിതത്തിന് 16 റൗണ്ട് ആണെങ്കിൽ അടുത്തതിന് ചിലപ്പോൾ 10 റൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് അൽഗോരിതത്തിനനുസരിച്ച് വേരി ചെയ്യും. ഇനി ഫോർത്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സബ് കീ ജനറേഷൻ അൽഗോരിതം. അപ്പോൾ നമ്മൾ ഈ സബ് കീ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒറിജിനൽ കീ എന്ന് പറഞ്ഞാൽ K ആണ്, അതിൽ നിന്ന് 16 സബ് കീസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സബ് കീ ജനറേഷന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം എന്ന് പറയുന്നത് പരമാവധി കോംപ്ലക്സ് ആക്കിയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റൽ അനാലിസിസ് ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പറഞ്ഞു, നമ്മൾ റൈറ്റ് ഹാഫും സബ് കീയും കൂടെ എടുത്ത് പ്രോസസ് ചെയ്യുന്ന എഫ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷനും ഇതുപോലെ തന്നെ പരമാവധി കോംപ്ലക്സ് ആയിട്ട് വേണം നമ്മൾ കീപ്പ് ചെയ്യാൻ. എന്നാലേ നമുക്ക് ക്രിപ്റ്റൽ അനാലിസിസിനെ കുറേയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് ഫീസ്റ്റൽ ഡീക്രിപ്ഷൻ അൽഗോരിതം. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്ന അതേ പ്രോസസ്സല്ലേ അതേ അൽഗോരിതം തന്നെയാണ് നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്നത്. സോ ദ പ്രോസസ് ഓഫ് ഡീക്രിപ്ഷൻ ഈസ് എസെൻഷ്യലി ദ സെയിം ആസ് ദ എൻക്രിപ്ഷൻ പ്രോസസ്.
ഇനി രണ്ട് മെയിൻ ഡിഫറൻസുകൾ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എൻക്രിപ്ഷൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഈ ഡീക്രിപ്ഷൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സിഫർ ടെക്സ്റ്റ് ആയിരിക്കണം. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻക്രിപ്ഷൻ സൈഡിൽ ഉപയോഗിച്ച സബ് കീസ് എന്ന് പറഞ്ഞാൽ K1, K2 എക്സെട്ര അപ് ടു K16 ആയിരുന്നു. ഇവിടെ K1 ഉപയോഗിച്ചു, ഇവിടെ K2 ഉപയോഗിച്ചു, എക്സെട്ര അപ് ടു K16. ഇനി കാണുന്നതാണ് നമ്മുടെ ഡീക്രിപ്ഷൻ സൈഡ്. ഡീക്രിപ്ഷൻ സൈഡിൽ കീസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് K16, K15, K14 എക്സെട്ര അപ് ടു K1 ആണ്. അപ്പോൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന കീസിനെ റിവേഴ്സ് ഓർഡറിലായിരിക്കണം നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പ്രോസസ്സ് രണ്ടും ബേസിക്കലി സെയിം തന്നെ, റൗണ്ട്സും സെയിം തന്നെ. ഇനി ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ഇൻപുട്ട് ആയിരുന്നു, ഇവിടെ നമുക്ക് സിഫർ ടെക്സ്റ്റ് ഇൻപുട്ട് ആവും. ഇവിടെ കീസ് K1 to K16 ഉപയോഗിച്ചു, ഇവിടെ കീ K16 to K1 ഓർഡറിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ഡീക്രിപ്ഷനിലെ ഡിഫറൻസ്. യൂസ് ദ സിഫർ ടെക്സ്റ്റ് ആസ് ഇൻപുട്ട് ടു ദ അൽഗോരിതം ബട്ട് യൂസ് ദ സബ് കീസ് K ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ KN ഫസ്റ്റ് റൗണ്ടിൽ, അതായത് K16 ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ചു, K15 അടുത്ത റൗണ്ടിൽ ഉപയോഗിച്ചു, K14 ഉപയോഗിച്ച അടുത്ത റൗണ്ടിൽ, അങ്ങനെ അപ് ടു K1 വരെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് K1 ലാസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യും. അപ്പോൾ ഫീച്ചർ ഡീക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് എൻക്രിപ്ഷൻ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ LE1 അല്ലെങ്കിൽ RE1 ഈ കാണിച്ചിരുന്ന നൊട്ടേഷനിൽ നമുക്കറിയാം എല്ലും ആറും ലെഫ്റ്റും റൈറ്റും ഹാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ സ്റ്റാൻഡ് ചെയ്യുന്നത് എൻക്രിപ്ഷന് വേണ്ടി. ഇതേപോലെ തന്നെ ഡീക്രിപ്ഷൻ സൈഡിൽ വരുമ്പോൾ അവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലും ആറും ഉപയോഗിച്ചിരിക്കുന്നത്, ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഹാഫ്. പിന്നെ ഈ D റെപ്രസെൻറ്റേഷൻ ഡീക്രിപ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഓരോ റൗണ്ടിലും നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഓഫ് ദ ഡീക്രിപ്ഷൻ പ്രോസസ്സ്, ഇപ്പോൾ ഒരു ഡീക്രിപ്ഷൻ ഒരു പ്രാവശ്യം നമ്മളോട് ചെയ്തു, ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസ് നോക്കി RE15 LE15 ആണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ എൻക്രിപ്ഷൻ്റെ ലാസ്റ്റ് റൗണ്ടിന് മുമ്പുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി LE15 RE15. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഒന്ന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ രണ്ട് വാല്യൂസ്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. സോ അറ്റ് എവറി റൗണ്ട് ദ ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഓഫ് ദ ഡീക്രിപ്ഷൻ പ്രോസസ്, അതായത് ഈ കാണുന്ന വാല്യൂസ് ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ദി എൻക്രിപ്ഷൻ പ്രോസസ് വിത്ത് ദ 2 halves ഓഫ് ദ വാല്യൂ സ്വാപ്പ്. അപ്പോൾ ഈ വാല്യൂസ് അങ്ങോട്ടും കൊണ്ട് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് പെർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ 15th റൗണ്ടിലെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നതും ഫസ്റ്റ് റൗണ്ടിലെ ഡീക്രിപ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും. ഇനി ഫോർ ith iteration ഓഫ് ദ എൻക്രിപ്ഷൻ അൽഗോരിതം നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ LEI എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാഫിലെ വാല്യൂസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് എല്ലാ കേസിലും നോക്കിക്കഴിഞ്ഞാൽ LE1 നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് RE0 ഡയറക്റ്റ്ലി കോപ്പിയാണ്. ഇനി LE2 എന്ന് പറഞ്ഞാൽ RE1 കോപ്പിയാണ്. അപ്പോൾ LEI നമുക്ക് കിട്ടണമെങ്കിൽ REI-1 വാല്യൂ ആയിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യണം. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, LEI ഈക്വൽ ടു REI-1. നെക്സ്റ്റ് REI നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ F ഫംഗ്ഷൻ്റെ പ്രോസസ്സിങ് കൂടി പറയണം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഈ LE0. അപ്പോൾ അതിന് നമ്മൾ LEI-1 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. REI ആണെങ്കിൽ LEI-1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും RE1 കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ LE0 RE0 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ I ആകുമ്പോൾ ഇവിടെ രണ്ടിടത്തും I-1 വന്നത്. അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇൻപുട്ടിലെ ലെഫ്റ്റ് ഹാഫ് എടുക്കുക, അത് എന്തിൻ്റെ കൂടെ എക്സോർ ചെയ്യണം? നമ്മളുടെ F ഫംഗ്ഷൻ്റെ റിസൾട്ടിൻ്റെ കൂടെ എക്സോർ ചെയ്യണം. ഇനി F ഫംഗ്ഷൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? ഈ ഇൻപുട്ടിലെ റൈറ്റ് ഹാഫും ഈ സബ് കീ, അതാണ് എഴുതിയിരിക്കുന്നത്. സോ REI അല്ല RE1 കിട്ടണമെന്നുണ്ടെങ്കിൽ LE0 എടുക്കുക, എന്തിൻ്റെ കൂടെ എക്സോർ ചെയ്യുക? F ഫംഗ്ഷൻ്റെ കൂടെ എക്സോർ ചെയ്യുക. F ഫംഗ്ഷൻ്റെ അകത്ത് ഇൻപുട്ട് എന്തൊക്കെയാണ്? RE0യും K1ഉം. അത് ജനറലൈസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് I ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇൻപുട്ട്സ് രണ്ടും I-1 ആയിരിക്കും. സബ് കീ ഏത് റൗണ്ട് ആണോ അതിനനുസരിച്ച് അതേ വാല്യൂ തന്നെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് സബ് കീ, സെക്കൻഡ് റൗണ്ട് ആണെങ്കിൽ സെക്കൻഡ് സബ് കീ. അപ്പോൾ ഓരോ ഇറ്ററേഷൻ്റെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് റിസൾട്ട് നമ്മൾ എങ്ങനെ ഫോം ചെയ്യും എന്നുള്ള ഒരു ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഫീസ്റ്റൽ സിഫർ. താങ്ക് യു.